ഹലോ ഗൈസ്, നമ്മുടെ ചെടികളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ ചെടികളും നിങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഗൻവില്ലേൻ്റെ ചെറിയൊരു അപ്ഡേഷൻ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ വന്നാണ്. ഇപ്പോൾ പൂക്കളൊന്നും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഇതെന്താണെന്ന് ചെടി ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് മുമ്പൊരിക്കാൻ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട ആൾക്ക് നമ്മൾ ചെടി അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ ചൂസ് ചെയ്തത് നമ്മളെ കയ്യിൽ അന്ന് തൈകളില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ട് മതിയോ ചോദിച്ചപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്ലോ ആക്കിയതായിരുന്നു. അപ്പോൾ ഇന്നാണ് ആൾക്ക് അയച്ചു കൊടുക്കുന്നത്. നമ്മൾ കട്ടിങ്സ് വെച്ച് അതിന് ശേഷം കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച് ചെറിയൊരു തളിർപ്പ് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരു തളിർപ്പ് വന്നിട്ടുള്ളൂ പറഞ്ഞാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഇനി ബാക്കി അവർ സെറ്റാക്കിക്കോളാറിനാണ്. കാരണം അവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മളത് വെച്ച് പിടിപ്പിച്ച് കട്ടിങ്സൊക്കെ പിടിപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ അവരിങ്ങനെ ചെറിയ കട്ടിങ്സ് ഹൈബ്രിഡ് വന്നൊക്കെ ഒന്ന് തരുമോ ചോദിച്ചു. അത് വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ചോദ്യം കേട്ടപ്പോൾ അവരുടെ കയ്യിൽ ഒറ്റ ഹൈബ്രിഡുകളും ഇല്ല. അപ്പോൾ നമ്മൾ ഏകദേശം 3.5 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പമുള്ള ഇതൊക്കെ റൂബി റെഡാണ്. എല്ലാത്തിൽ നിന്നും ഓരോ കട്ടിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചില്ലി ഐസ്ക്രീം, ചില്ലി റെഡ്, ചില്ലി യെല്ലോ, പിന്നെ ഗോൾഡൻ സൺഷൈൻ, ഫ്ലെയിം റെഡ്, സൂഫിയ ഇന്ത്യാന, അങ്ങനെ 3-4 ഐറ്റംസ്. ചെറിയ നമ്മളത് മാത്രമേ കട്ടിങ്സ് എടുക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ചൂസ് ചെയ്തത് ഇതാണ്, ഫെയറോപ്പാൽ ഓറഞ്ചിൻ്റെ കട്ടിങ്സ് ആയിരുന്നു. നമ്മൾ ചോദിച്ചു, നമ്മളെ കയ്യിലുള്ളതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാമെന്നായിരുന്നു നമ്മളതിൽ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 2 കട്ടിങ്സ് വെച്ചിട്ടുണ്ടായില്ലേ, ഏതെങ്കിലും ഒന്ന് പിടിക്കുമെന്ന് പറയാൻ വേണ്ടി. പക്ഷേ രണ്ടും പിടിച്ചു വന്നിട്ടേ ഉള്ളൂ. ഏകദേശം നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവർക്ക് കട്ടിങ്സ് പിടിപ്പിച്ചത് കേട്ടോ. കാരണം അവരത് ചൂസ് ചെയ്തപ്പോൾ ഓരോ കയ്യിലൊറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരാൾക്കാരാണ് കേട്ടോ നമ്മളെ ചെടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ എടുത്തതും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂറായിട്ട് തന്നെ അയക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായ ഒരു പുറപ്പാടിൽ അങ്ങനെ നമ്മളെ കയ്യിലുള്ളിലൊക്കെ കട്ടിങ്സ് എടുക്കാനായതിലുള്ളതൊക്കെ ഒരു 3-4 ഒക്കെ കട്ടിങ്സ് എടുത്താണ്. നമ്മൾ അടർണക്കും മഹാറാണിക്കൊക്കെ അതൊന്നും കൊടുത്തിട്ടില്ല. കാരണം അതൊക്കെ ഇപ്പോൾ തളിർപ്പ് വന്നങ്ങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തത് 21-ാം തീയതിയാണ്. നമ്മൾ അതിൻ്റെ ശേഷം എടുത്ത് വെച്ചതായിരുന്നു ഒന്ന് വീഡിയോ. പക്ഷെ അന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. 22-ാം തീയതി ആയപ്പോഴേ അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തിട്ടാണ്. നമ്മൾ DDDC കൊറിയർ സർവീസാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആദ്യമായിട്ടാണ് സത്യം പറയല്ലോ, നമ്മൾ ഇന്ന് വരെയായിട്ട് ഒരു സാധനം പോലും കൊറിയർ ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഏറ്റെടുത്ത പരിപാടിയാണ്. എന്തായാലും സക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇതിൻ്റെ ഒരു കട്ടിങ്സ്, കാരണം നമ്മൾ 100% ഉറപ്പ് കൊടുത്തിട്ടില്ല. 100% ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും പിടിപ്പിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കട്ടിങ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കണത് കേട്ടോ. അത് ഞങ്ങൾക്ക് അവരെ പിടിപ്പിക്കൽ എങ്ങനെയൊക്കെ അവരുടെ ഇതാണ്. നമ്മൾ അവരോട് ഒരു ചെടി എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഫെയറോപ്പാൽ ഓറഞ്ചിൻ്റെ കട്ടിങ്സാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ അയച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ തളിർപ്പ് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇത്രയും ചെടികളൊക്കെ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവർ തന്നെയാണ് നമുക്ക് കൊറിയർ ചാർജും തന്നിട്ടുള്ളത് കേട്ടോ. അതിന് നമുക്കൊന്നും നഷ്ടം വന്നിട്ടില്ല കേട്ടോ. കാരണം വേറെയുള്ള ഒന്നൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയർ ചാർജ് അയച്ചു തരാമെന്നപ്പോൾ പിന്നെ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. കൊറിയർ ചാർജല്ലേ കൂടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചിലവോ കാര്യങ്ങളൊന്നും കൂടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതും ഇവരെ കയ്യിലുണ്ടാ ചോദിച്ചപ്പോൾ ഇതവരെ കയ്യിലില്ല പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ 2 വെറൈറ്റിയാണ്. നമ്മളൊരു ഫ്രണ്ടും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും തന്നെയാണ് കൊടുക്കാറ്. നമ്മൾ ചെറിയ കുഞ്ഞ് തൈ ഇത് നമ്മളൊരു ഫ്രണ്ടിനുള്ളതാണ്. നമ്മൾ അയൽവാസി തന്നെയാണ്. അപ്പോൾ ആളെ കയ്യിൽ ഇതിൻ്റെ മറ്റേ കളറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വേരൊക്കെ റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത്. ഒരു 2 പൂക്കളൊക്കെ ഉള്ളതാണ്. എന്തായാലും അവരെ കയ്യിൽ കിട്ടിയപ്പോഴും ഇതിന്മേൽ 2-3 പൂക്കളുണ്ട് കേട്ടോ. ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് 100% ഉറപ്പ് തരട്ടാ. ഇത് നമ്മൾ എങ്ങനെയാണ് അയക്കലോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. എങ്കിലും നമ്മൾ ധൈര്യമായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. നമ്മൾ നല്ല സെക്യൂറായിട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗ് വാങ്ങിയിട്ട് അതിൽ മണ്ണ് നിറച്ച് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ചെടിയിലൊന്നും പൂക്കളേ ഇല്ല. ആകെ 1-2 പൂക്കളുള്ളൂ. ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടേതായ രീതിയിൽ നമ്മൾ ബോക്സൊക്കെ ചെയ്ത് ഇതെങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ എത്തിക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇനി നോക്കുന്നത്.
എങ്ങനെയാണ് വലിയ ഐഡിയകളൊന്നും ഇല്ലാതെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല പ്ലാസ്റ്റർ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഇനി ഇതിലായിട്ട് നമുക്കത് കുറവാക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മുടെ കൂടെയുള്ള മറ്റേ ആൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റേ ആൾ അടീനിയത്തിൻ്റെ തൈ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൾക്ക് ഇനി നാളെ അയച്ചു കൊടുക്കലാണ്. നമ്മൾ DTDCയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ക്യാഷ് കൊറിയർ ചാർജായിട്ട് ഇതിന് വന്നിട്ട് തന്നെ ഉള്ളൂ. കാരണം അപ്പോൾ അവരെന്നൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ എഴുതാത്തതുമായ എഴുതിയതൊക്കെ ആയിട്ട് അവരാണ് സെറ്റാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ രാത്രി ചെറിയൊരു പരിപാടി നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിൽ നമ്മുടെ വലിയൊരു കടലാസ് പൂവിൻ്റെ ഇങ്ങനെ ഇപ്പോൾ തളിർപ്പ് വന്നിട്ടുള്ളൂ. പിടിക്കും എന്താണെന്നൊന്നും അറിയില്ല. മൂക്കാത്തൊരു കൊമ്പാണ്, കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. കാറ്റിൽ ഇത് നല്ല ഹൈറ്റ് പോയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു നിലൻ്റെ ഒരു ഹൈറ്റാണ് കടന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ കാറ്റിന് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞ് വീണാണ് തോന്നുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്താൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ 3 ഇഞ്ച് 4 ഇഞ്ച് 4 ഇഞ്ചൊക്കെ 5 ഇഞ്ച് പുറത്തുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു രണ്ടും ഇത്രേ ഹൈറ്റിലുണ്ട്. 2 ഭാഗം നമ്മൾ ഒരുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാക്കുകയാണ്. നമുക്ക് ഹെൽപ്പർമാരൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ടുണ്ട് കേട്ടോ, രാത്രി ആയിട്ടുണ്ട്. രാത്രി നമ്മൾ ഇതെന്താ അറിയില്ല, ഒരു വൈബ് തോന്നുമ്പോൾ അങ്ങനെ ഇരിക്കണതാണ്. അല്ലാതെ സാധാരണ നമ്മൾ രാത്രി ഒന്നും ചെടിയിൽ ഇരിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരേ ഇതിൽ തന്നെ ലെവലിന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്മേൽ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിക്കാരെന്ന് കരുതിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എങ്കിലും തിരക്കടില്ല, 2 ഒരേ ഹൈറ്റിൽ തന്നെ. ഇനി ഇതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. നമ്മളെ മുള്ളൊക്കെ കട്ട് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടാണ് നമുക്കിതൊരു ചെറിയൊരു ചെടിച്ചട്ടി ഇവിടെ കാണുന്നുണ്ട്. അതിലേക്ക് തന്നെ വല്ല ഇറക്കി വെച്ചിട്ട് വേര് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പണിയെടുക്കാം. അല്ലാതെ വെറുതെ ഇങ്ങനെ പണിയെടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചട്ടിയിലേക്ക് രാത്രി തന്നെ മാറ്റി നട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ ഒരു സൈഡ് തെല്ലി ചുങ്ങിയതുണ്ടല്ലോ, അതും നമ്മൾ അവിടെ അങ്ങോട്ട് ആ കറക്റ്റിന് അവിടെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് മറ്റയാൾക്ക് ചെടി കിട്ടിയതാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ എടുത്തതാണ്.